മല്ലയ്യ ജ്വല്ലേഴ്സ്, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 0488423266. കേരളത്തിൽ വേദവ്യാസ മഹർഷിയുടെ പേരിലുള്ള പാലക്കാട് വ്യാസഭവനിൽ ഗുരുപൂർണിമ ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. 2007 ജൂൺ മാസത്തിലാണ് വേദവ്യാസ മഹർഷിയുടെ പ്രതിഷ്ഠയുള്ള വേദവ്യാസ ഭവൻ നിർമ്മിച്ചത്. ഗുരുപൂർണിമാ ദിനത്തിൽ അന്തേവാസികളും സന്യാസി വര്യന്മാരും പങ്കെടുക്കുന്ന ഗുരുപൂർണിമാ ദിനം വേദവ്യാസ ഭവനിലെ പ്രത്യേകതയാണ്. ലോകത്ത് ഭാരതീയ ദർശനങ്ങളിൽ മാത്രമാണ് ഗുരുവിന് പ്രത്യേക സ്ഥാനം കൊടുത്തിട്ടുള്ളത്. ആഷാഢമാസത്തിലെ പൗർണമിയാണ് നാം ഗുരുപൂർണിമയായി കൊണ്ടാടപ്പെടുന്നത്. അപൗരുഷേയങ്ങളായ വേദങ്ങളെ 4 പകുത്തും ആധ്യാത്മ വിദ്യയുടെ പ്രചരണത്തിനായി ബ്രഹ്മസൂത്രവും 18 പുരാണങ്ങളും നിർമ്മിച്ച വ്യാസാവതാരം സംജാതമായത് ഒരു ആഷാഢമാസത്തിലെ പൗർണമിയിലാണ്. അതിനാൽ ഈ പുണ്യദിനത്തിന് വ്യാസജയന്തി എന്നും പറയപ്പെടുന്നു. ഷഡ്ദർശനങ്ങളിൽ അന്തിമ സിദ്ധാന്തമായ വേദാന്ത ദർശനം അഥവാ ബ്രഹ്മസൂത്രം രചിച്ചതും ആഷാഢമാസത്തിലെ പൗർണമിയിലായിരുന്നു. ശ്രീ ശങ്കര ഭഗവത്പാദർ ബ്രഹ്മസൂത്ര ഭാഷ്യം രചിച്ചതും ആഷാഢത്തിലെ പൗർണമി ദിനത്തിനാണ്. സാരനാഥിൽ വെച്ച് ശ്രീബുദ്ധൻ തൻ്റെ ആദ്യോപദേശം നൽകിയതിൻ്റെ സ്മരണയിൽ ബുദ്ധമതാനുയായികളും ഈ ദിവസം ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നു. ഗുരുക്കന്മാരുടെ ഗുരുവായ വ്യാസമഹർഷിയെ അനുസ്മരിച്ചുകൊണ്ട് ഈ സുദിനം ഗുരുകുലങ്ങളിലെ ആശ്രമവാസികൾ വലിയ രീതിയിൽ ഗുരുപൂജ നടത്തുന്നു. ഗുരുപൂജയോടൊപ്പം പുതിയ ആശ്രമനിവാസികൾക്ക് മന്ത്രദീക്ഷ, സന്യാസദീക്ഷ മുതലായ ചടങ്ങുകൾ ഗുരുപൂർണിമ ദിവസം നടക്കും. ഗുരുവിനെ ഉന്നത പീഠത്തിലിരുത്തി പാദപ്രക്ഷാളനം, അലങ്കരണം, പൂജ മുതലായവ ഭക്തിപൂർവ്വം നടത്തുന്നു. ഇതുനിമിത്തം ഗുരുകാരുണ്യവും വിദ്യാപ്രാപ്തിയും ശിഷ്യന് കൈവരുന്നു. ഭാരതീയ ദർശനത്തിൽ ഗുരുവിന് ഈശ്വരനേക്കാൾ പ്രാധാന്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഗുരുവിൻ്റെ അനുഗ്രഹം കൂടാതെ ഒരു വിധിയും കരഗതമായിരുന്നില്ല. ഈശ്വര കോപമുണ്ടായാൽ പ്രതിവിധി ഗുരു നിർദ്ദേശിക്കും. എന്നാൽ ഗുരു കോപിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല എന്നായിരുന്നു സങ്കല്പം. ഗുരു ശബ്ദാർത്ഥത്തെപ്പറ്റി ആഗമസാരത്തിൽ പറയുന്നു. ഗു കാരം സിദ്ധിയെ കൊടുക്കുന്നവനെന്നും ര കാരം പാപത്തെ ദഹിപ്പിക്കുന്ന അഗ്നിയെന്നും ഉ കാരം ശിവനെന്നും കാട്ടുന്നു. ഇത് മൂന്നും തികഞ്ഞ ആളാണ് ഗുരു. പ്രതിബദ്ധമായി നിൽക്കുന്ന പാപങ്ങളെ നശിപ്പിച്ച് ബ്രഹ്മൈക്യം എന്ന ലക്ഷ്യത്തെ പ്രാപിക്കുകയാണ് ആത്മശാസ്ത്രത്തിൻ്റെ വിഷയം. അതുകൊണ്ടാണ് പാപവാഹകനും ആത്മലാഭം തരുന്നവനും ശിവൈക്യം പ്രാപിച്ചവനുമാണ് ഗുരു എന്ന് ശാസ്ത്രത്തിൽ പറയുന്നത്. ഗു ശബ്ദത്തിന് അർത്ഥം അജ്ഞാനം എന്നാണ്. രു ശബ്ദം നിരോധനത്തെയും കുറിക്കുന്നു. അജ്ഞാനത്തെ നിരോധിക്കുന്നവനാണ് ഗുരു. പരമമായ സത്യത്തിലേക്ക് നയിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ് ഗുരു. ഹിമാലയത്തിൽ നിന്ന് ഗംഗാ നദി എന്ന പോലെ ഗുരുവിൽ നിന്ന് ജ്ഞാനസിന്ധു ഒഴുകിയെത്തണം. ഇഷ്ടദേവതയെ മന്ത്രപൂർവ്വം ഉപദേശിക്കുന്നയാളെ ഗുരുവെന്ന് തന്ത്രത്തിൽ പറയുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു എന്നീ വന്ദന ശ്ലോകത്തിൽ ഗുരുക്കന്മാരോടുള്ള പരമഭക്തിയും പ്രകടമാകുന്നു. കാവ്യങ്ങൾ, കലാശില്പങ്ങൾ, സംഗീതം, കഥകളി തുടങ്ങിയ കലകൾ, ജ്യോതിഷം, വൈദ്യം തുടങ്ങിയ ശാസ്ത്രശാഖകൾക്കെല്ലാം ഗുരുക്കളുണ്ട്. ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തിന് ഗുരു എന്നാണ് ജ്യോതിശാസ്ത്രം നാമകരണം ചെയ്തിരിക്കുന്നത്. 2 മാത്രകൾ ചേർന്ന അക്ഷരത്തിനും ഗുരുവെന്ന് ഭാഷാശാസ്ത്രം വിധി കൽപ്പിച്ചിരിക്കുന്നു. ദേവഗുരു, അസുരഗുരു എന്നിങ്ങനെ ദേവന്മാർക്കും അസുരന്മാർക്കും ഗുരുക്കന്മാരുണ്ട്. ചോദക ഗുരു, ബോധക ഗുരു, മോക്ഷദ ഗുരു എന്നീ ത്രിവിധ ഗുരുക്കന്മാരിൽ മോക്ഷദ ഗുരുവാണ് സർവോത്തമൻ. ആദ്യമായി വഴികാട്ടുന്ന ചോദക ഗുരു ഉപദേശവും ആചരണവും മൂലം ശിഷ്യനെ ജ്ഞാനതൃപ്തനാക്കുന്ന ബോധക ഗുരു, നേരിട്ട് മോക്ഷപ്രദനായിത്തീരുന്ന മോക്ഷദ ഗുരു. മോക്ഷ സമ്പ്രദായത്തിൽ മോക്ഷദ ഗുരുവിനാണ് മുഖ്യസ്ഥാനം. ഗുരുവിനെ രക്ഷിക്കുകയും ഗുരുവിനാൽ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഉത്തരവാദിത്വമാണ് ഗുരു ശിഷ്യ ബന്ധത്തിലുണ്ടായിരുന്നത്. ഗുരുസ്മരണയോടല്ലാതെ ഏതൊരു കർമ്മങ്ങളിലും ആരും ഏർപ്പെട്ടിരുന്നില്ല. ആത്മവിദ്യ അഭ്യസിപ്പിക്കുന്ന ഗുരുക്കന്മാരെയാണ് അന്നത്തെ ജനങ്ങൾ ആദരിച്ചിരുന്നത്. രാമന് വസിഷ്ഠൻ, കൃഷ്ണന് സാന്ദീപിനി, വിവേകാനന്ദന് ശ്രീരാമകൃഷ്ണ പരമഹംസർ എന്നിങ്ങനെ ഏതൊരു ചരിത്ര പുരുഷനും വഴികാട്ടിയായി ഒരു ഗുരുവുണ്ടായിരുന്നു. ഗുരുപ്രീതി സമ്പാദിക്കാനായി ത്യാഗങ്ങൾ സഹിച്ച നിരവധി മഹാരഥന്മാരുടെ കഥകൾ കാണുവാൻ സാധിക്കും. ഗുരുദക്ഷിണയായി പെരുവിരൽ അറുത്തെടുത്ത ഏകലവ്യനും ആചാര്യന് നിദ്രാഭംഗം ഉണ്ടാവാതിരിക്കാനായി തീവ്രവേദന കടിച്ചമർത്തിയ കർണനുമൊക്കെ ഉദാഹരണങ്ങളാണ്. ഗുരുക്കന്മാരുടെ കഠോര പരീക്ഷണങ്ങളെ അതിജീവിച്ച് ഉത്തമ ശിഷ്യത്വം നേടിയവരാണ് നചികേതസ്, സത്യകാമൻ, ഉത്തങ്കൻ, ഉപമന്യു തുടങ്ങിയവർ. ദീർഘകാലത്തെ പഠനത്തിനു ശേഷം ഗുരുസവിധത്തിൽ നിന്നും യാത്ര പറയുന്ന ശിഷ്യന്മാർക്ക് നൽകപ്പെടുന്ന ഉപദേശം
തൈത്തിരീയോപനിഷത്തിൽ ഇങ്ങനെ പറയുന്നു: സത്യം പറയണം, ധർമ്മം അനുഷ്ഠിക്കണം, അധ്യയനത്തിൽ നിന്നും ഒരിക്കലും തെറ്റിപ്പോകരുത്. ആചാര്യന് ഇഷ്ടമുള്ള ധനം ഗുരുദക്ഷിണയായി കൊടുത്തിട്ട് അനുരൂപയായ സ്ത്രീയെ വിവാഹം ചെയ്ത് സന്താന പരമ്പരയെ നിലനിർത്തണം. സത്യത്തിൽ നിന്ന് തെറ്റി നടക്കരുത്, ധർമ്മത്തിൽ നിന്ന് തെറ്റി നടക്കരുത്. ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള കർമ്മങ്ങളിൽ നിന്ന് തെറ്റരുത്. പഠിക്കുക, പഠിപ്പിക്കുക എന്നുള്ളതിൽ നിന്നും തെറ്റരുത്. ദേവകാര്യങ്ങളായ യാഗാദികളിൽ നിന്നും പിതൃകാര്യങ്ങളായ ശ്രദ്ധാദികളിൽ നിന്നും തെറ്റരുത്. മാതാവിനെ ദേവതയെപ്പോലെ ഉപാസിക്കുക, പിതാവിനെ ദേവനെപ്പോലെ സേവിക്കുക, ആചാര്യനെ ദേവനെപ്പോലെ പൂജിക്കുക, അതിഥികളെ ദേവന്മാരെ പോലെ സ്വീകരിച്ചാദരിക്കുക. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.